ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഗംഭീരമായ നമ്മുടെ ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജനനായകനുമായി ബന്ധപ്പെട്ടാണ്. ജനനായകൻ ഇപ്പോൾ ഏറെക്കുറെ സോഷ്യൽ മീഡിയ എല്ലാവരും തന്നെ ഈ സംസാര വിഷയം എന്ന് പറയുന്നത് ആ സിനിമയുടെ ലീക്കിനെ കുറിച്ചാണ്. ഇത് ആര് ലീക്ക് ചെയ്തു, എന്തിന് ലീക്ക് ചെയ്തു ഒന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഈ സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിക്കുന്ന ഒരു വിഭാഗം ഒരു പ്രേക്ഷകരുണ്ട്. അവരെ ശരിക്കും പറ്റിക്കലാണ് ഈ പടം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ സെൻസർ ബോർഡ് ആണെന്ന് പറയുന്നു. കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ആരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സെൻസർ ബോർഡിൻ്റെ കൈ കിട്ടിയ സിനിമ എങ്ങനെയാണ് ലീക്കാവുന്നത്, അപ്പോൾ അവരല്ലേ ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് ലീക്കായി അതിനഞ്ഞിപ്പോൾ നമുക്ക് അറിയേണ്ടത്. കാരണം എങ്ങനെയാണ് ഈ ഇത്രയും ഒരു പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഒരു വിജയ് എന്ന അല്ലെങ്കിൽ തളപതി വിജയ് എന്ന ആ വ്യക്തിയുടെ അവസാനത്തെ ലാസ്റ്റ് റിതം എന്ന് പറഞ്ഞ ഈ മൂവി കുറേ കാലം അല്ലേ ഈ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് ഉണ്ട്. അപ്ഡേറ്റുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ ആവേശപുളകത്തിലായിരിക്കുകയാണ്. അതിനിടയിൽ ഈ സിനിമ റിലീസ് വന്നു. റിലീസ് കുറേ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ സിനിമ മാറ്റിവെച്ചു. പിന്നെ കുറേ കോടതികൾ കയറി ഇറങ്ങി. പിന്നെ കോടതി കയറി അവസാനം ജനനായകനെ എതിരെ വന്ന ഒരു വിധിയായി മാറി. പിന്നെ അതിനുശേഷം അവർ എന്താണോ അവർ ഉന്നയിച്ച ആ ഒരു കേസ് അത് പിൻവലിച്ചു. കാരണം അവർക്ക് വേറെ വഴിയില്ല. അവർക്ക് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തിട്ടുള്ള സിനിമ അവർക്ക് ഇറക്കുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. KVN പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ വലിയൊരു പ്രൊഡക്ഷനാണ്. പിന്നെ അവരും ഈ ക്യാഷ് പറയുന്ന സംഭവം എല്ലാവർക്കും ഒരേ വാല്യൂ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അതിലേക്ക് അവർക്ക് പൂർണ്ണമായും അതൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തുന്നില്ല. കാരണം ഈ ഒരു സിനിമ എടുത്തു എന്നതുകൊണ്ട് മാത്രം അവർ നേരിടുന്ന ഒരു വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ സാധാരണക്കാരായിട്ട് നമുക്കതിൻ്റെ ചുറ്റുപാടത്തുകളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഈ സിനിമ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി എത്തിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് നേരിടാവുന്ന അത്രയേ ഉള്ളൂ. നേരിടാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. കാരണം എന്ത് രാഷ്ട്രീയവും സിനിമയൊക്കെ രണ്ടാണെന്ന് തിരിച്ചറിയുന്ന ഒരു കുറച്ചൊക്കെ നമുക്ക് വിവരം വിദ്യാഭ്യാസമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത് പക്ക ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ പറയുമ്പോൾ അത് വളരെയധികം മോശമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ചോദിക്കാൻ അത് അവർക്കും നമുക്ക് അവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു സിനിമയെ ഇങ്ങനെ ഒരു താറടിച്ച് കാണിക്കാനുള്ള ഒരു പ്രവണത എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയപരമായി ഇവർ ചെയ്യുന്നു എന്ന് അറിയില്ല. കാരണം ഒരു പക്ഷേ തമിഴ്നാട് ഒരു സംസ്ഥാനത്ത് ഒരു മൂന്നാം മുന്നണി വരുന്നു പറയുമ്പോൾ അത് ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നവരായിരുന്നു BJP വരുന്നതായിരുന്നു. പക്ഷേ BJP അല്ല വരുന്നത്. അതിന് വേറെ ആര് വരുന്നത്? ഇപ്പോൾ വിജയ് എന്ന വ്യക്തി, അല്ലെങ്കിൽ തളപതി വിജയ് എന്ന വ്യക്തിക്ക് ഭയങ്കര ക്യാൻവാസ് അവിടെ ഉണ്ട്, ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ബൈറ്റെടുക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ട് അവർ റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം വേറെ ഒട്ടുമിക്ക ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് അവിടെ ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ അവർക്കൊന്നും എത്തിപ്പെടാത്ത റീച്ചിലേക്ക് വിജയിയുടെ ഈ ഒരു പാർട്ടി എത്തിപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യമാണെങ്കിൽ വേറെ വല്ല പ്രശ്നമോ നമുക്കറിയത്തില്ല. പക്ഷേ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമയെ ഒരു കച്ചവടമായിട്ട് കണ്ടുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു കൂട്ടം വിവേകമുണ്ട്. അവർ കാശിറക്കി അവരത് പണം അവർക്ക് ആവശ്യമായ രീതിയിൽ അവർ ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ പോകാതെ വളരെ മാന്യമായ രീതിയിൽ അവർ കാശ് ഇറക്കുന്നു, അത് റിലീസ് ചെയ്യുന്നു, അവർ കാശുണ്ടാക്കുന്നു. അതാണ് അവരുടെ പരിപാടി. അതിലേക്ക് എന്തിനാണ് ഒരു വിഭാഗം ആളുകൾ ഈ രാഷ്ട്രീയപരമായിട്ട് അതിനെ ഉറ്റുനോക്കുകയും അതിലേക്ക് അവരുടെ എല്ലാവിധ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ ഇല്ലാതാക്കുന്നത് എന്തിനാണെന്നറിയില്ല. കാരണം ഈ ഒരു സിനിമ എവിടെ നിന്ന് ചോർന്നു പോകാനാണ്? ഇപ്പോൾ വിജയൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകാൻ പറ്റും. വിജയമാണ് ഈ സിനിമേൻ്റെയൊക്കെ എന്താ പറയുക എടുത്തു വെച്ചിരിക്കുന്നത്, കൈ വെച്ചിരിക്കുന്നത് എല്ലാം. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂർണ്ണമായും ഒരു സെൻസർ ബോർഡിൻ്റെ കീഴിലേക്കാണ് ഉള്ളത്. കാരണം അവരാണ് റിവ്യൂ ചെയ്യേണ്ടത്. കുറച്ച് ദിവസം മുമ്പ് പറയേണ്ടത് ഈ സിനിമ കാണേണ്ടത് നമ്മുടെയൊക്കെ എന്താ പറയുക ഇലക്ഷൻ കമ്മീഷനൊക്കെ കാണുമ്പോൾ ഒരു ന്യൂസൊക്കെ വന്നത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കണ്ടതാണ്. അപ്പോൾ അതിൽ പറയേണ്ടത് അപ്പോൾ എല്ലാ സെൻസർ ബോർഡ് കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ ഒരു ഓഫീസേഴ്സ് കാണേണ്ട ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ എങ്ങനെ ഇലക്ഷന് ഏതെങ്കിലും തരത്തിലേക്ക് പ്രചരണമായി മാറുമോ എന്ന് പേടിച്ചുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കുന്നത്. കാരണം നമ്മൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഭരണഘടന പ്രകാരം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ലീക്കാക്കേണ്ട ആവശ്യം എന്തുകൊണ്ട് വന്നു? ലീക്കാക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഭരണഘടന അടിസ്ഥാനപരമായി നോക്കിക്കൊണ്ട് ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ സിനിമ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, എല്ലാവരും ഓക്കെയാണ്. പക്ഷേ അത് ലീക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണുള്ളത്? കാരണം ഒരു കൂട്ടരുടെ അധ്വാനമില്ലേ, ഒരു കൂട്ടരുടെ കുറേ കാലത്തെ അധ്വാനം, പിന്നെ ഒരു ഡയറക്ടറിൻ്റെ ഒരു ചിരകാല സ്വപ്നം, ഒരു എന്താ പറയുക നായിക പിന്നെ പ്രൊഡ്യൂസർ, ഇതെല്ലാം ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു വ്യക്തിയോടൊപ്പം സിനിമ ചെയ്യുക, അത് ഹിറ്റ് അടിക്കുക എന്നൊക്കെ പറയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ബിഗ് സ്റ്റാർ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അത് വിജയ് എന്ന വ്യക്തി ഇല്ലാത്തിടത്തോളം കാലം ഒന്നും ഉണ്ടാവില്ല. കാരണം ഷാറുഖ് കൂടുതൽ സാലറി മേടിക്കുന്ന വ്യക്തിയായി മാറി എന്ന് വിജയ് എന്ന് പറയുമ്പോൾ യാതൊരു അത്ഭുതമില്ല. കാരണം അത്രമാത്രം അദ്ദേഹത്തിൻ്റെ റീച്ച് എന്ന് പറയുന്നത്, ആ റീച്ചും ആ പോപ്പുലാരിറ്റിയും ആ ഒരു കരീഷ്മയും ഒക്കെ തന്നെ
നമുക്ക് സിനിമയിലൂടെ കിട്ടുന്നതാണ്. അത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് വേറൊരു തലമാണ്, വേറൊരു ഫീൽഡാണ്. അത് എത്തുമോ ഇല്ലെന്നൊക്കെ അദ്ദേഹം ഈ ഒരു ചിലപ്പോൾ ഈ തുടക്കത്തിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് റീച്ചൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പോകെ പോകെ ഒരു രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ പ്രയാസങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അദ്ദേഹം തിരിച്ച് വരുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു സിനിമയിൽ കാണുന്ന 4-5 സ്ക്രീനിൽ കാണുന്ന അടിയും കുടിയും കുത്തൊന്നും അല്ലല്ലോ റിയൽ ലൈഫിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഒരു സിനിമയിൽ കാണുന്നത് എന്തായിക്കോട്ടെ, അത് നമ്മൾ റിയൽ ലൈഫിലായിട്ട് കമ്പാരിസൺ ചെയ്ത് ഇത് നാളത്തെ ഇലക്ഷനിൽ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് തികച്ചും നല്ലൊരു കാര്യമല്ല. കാരണം എന്തായാലും ജനനായകൻ എച്ച് വിനോദിൻ്റെ വൺ ഓഫ് ബെസ്റ്റ് മൂവി ആയിട്ട് വരുന്നു അദ്ദേഹം പറയണ്ടായി. പിന്നെ പൂജ ഹെഗ്ഡെ, പിന്നെ നമ്മുടെ മലയാളത്തിൽ മമിത ബൈജു, അങ്ങനെ കുറേ മലയാളത്തിൽ ആക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഈ സിനിമ വൈകുന്നത് എന്തിനാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. കാര്യം വൈകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് ഇതുപോലെ തന്നെ MGRൻ്റെ സിനിമ വരുമ്പോഴും ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ഇറക്കി എന്നൊക്കെ പറഞ്ഞു, അതിനുശേഷം അവർക്ക് ഭരണം കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അത് ചെറിയൊരു സ്റ്റോറിയാണ്, അതിൻ്റെ സത്യാവസ്ഥ എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ബുദ്ധിപരമായ ചെറിയൊരു അറിവിൽ ഞാൻ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സിനിമേനെ ഇങ്ങനെ താറടിക്കേണ്ട ആവശ്യമില്ല. തികച്ചും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഒരു കൂട്ടരുടെ സ്വപ്നം നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു ചെറിയ രീതിയിലേക്ക് നമ്മളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നു പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ജനനായകൻ ലീക്കായി എന്ന് പറഞ്ഞ് ഇപ്പോൾ ആരാ കണ്ടവർക്കെതിരെ കേസെടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇനി നമുക്ക് സിനിമ വരട്ടെ. സിനിമ വരുമ്പോൾ നമ്മളെന്തായാലും സിനിമ ഫസ്റ്റ് ഡേ കാണുന്നല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ വിജയ് എന്ന വ്യക്തിയുടെ ലാസ്റ്റ് മൂവി എന്ന ആ രീതിയിലേക്കാണ് സിനിമ ഒരു ടാഗ്ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ ഫസ്റ്റ് ഡേ കാണുന്നതായിരിക്കും. അപ്പം നിങ്ങളും അതുപോലെ കാണാൻ ശ്രമിക്കുക. കാരണം ഇനി വിജയ് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് ഇല്ലെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് തുന്നമ്പാടുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് വരുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ രാഷ്ട്രീയപരമായി കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു സിനിമയിൽ കാണുന്നതാണ് താല്പര്യം. കാരണം അദ്ദേഹം നല്ലൊരു ആക്ടറാണെന്ന് പ്രൂവ് ചെയ്ത് കുറേ സിനിമകളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് മാസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ഉണ്ടോ. അപ്പോൾ അത് എന്തായാലും വരട്ടെ. ജനനായകം ഒന്ന് എല്ലാവരും ഹിറ്റടിച്ച് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വളരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഓക്കെ ഗായ്സ്, പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ, സീ യു.